ഞങ്ങൾ തേർഡ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് സർജറി സബ്ജക്ട് ഉണ്ട്. അത് കൈകാര്യം ചെയ്തിരുന്നത് ഒരു അലോപ്പതി സർജൻ ആയിരുന്നു. അദ്ദേഹം നമ്മളോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഉണ്ടാവുന്ന കുട്ടി ആൺകുട്ടിയാണെങ്കിൽ 7 വയസ്സിനുള്ളിലായിട്ട് സർക്കംസിഷൻ ചെയ്യണമെന്ന്. സാർ ഒരു ബ്രാഹ്മണായിട്ട് പോലും സാർ ഇങ്ങനെ പറയാനുണ്ടായ കാര്യം വേറെ ഒന്നല്ല, അദ്ദേഹത്തിന്റെ 40 വർഷത്തെ സർജിക്കൽ എക്സ്പീരിയൻസിൽ ഇതുവരെ ഒരു മുസ്ലിമിന് പെനിസിന് ക്യാൻസർ വന്നതായിട്ട് അദ്ദേഹം കണ്ടിട്ടില്ല. മുസ്ലിം സമുദായം ചെറിയ കുട്ടികളെ, അവർക്ക് ബുദ്ധിയില്ലാത്ത, പക്വതയില്ലാത്ത ചെറിയ പ്രായത്തിൽ അവരെ ചേലാകർമ്മം ചെയ്യുന്നതിലൂടെ, സർക്കംസിഷൻ ചെയ്യുന്നതിലൂടെ അവരോട് വലിയ ക്രൂരതയാണ് ചെയ്യുന്നത്. ഇസ്ലാം പ്രാകൃതമാണ്. പഴയ കാലത്ത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ രീതി ഇസ്ലാം ഇന്നും ഫോളോ ചെയ്യുന്നു. ഇസ്ലാമിനെതിരെ വാളെടുത്ത് വന്നവർ യഥാർത്ഥത്തിൽ ഈ ഡോക്ടറുടെ പ്രസംഗം ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. ഈ പെനിസിന് വരുന്ന ക്യാൻസറും സർക്കംസിഷനും തമ്മിലുള്ള ബന്ധം ഞാൻ പറഞ്ഞുതരാം. സർക്കംസിഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളുടെ ലിംഗത്തിന്റെ അറ്റത്തുള്ള സ്കിന്ന് കട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ആ സ്കിന്ന് കട്ട് ചെയ്യാത്തടത്തോളം അതിന്റെ ഉള്ളില് സ്മെഗ്മ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വഴുവഴുപ്പുള്ള വെളുത്ത പാട പോലത്തെ ഫ്ലൂയിഡ് പ്രൊഡക്ഷൻ ഉണ്ടാവും. ഇത് നമ്മൾ മൂത്രം ഒഴിക്കുന്ന സമയത്ത് നമ്മളുടെ ഈ സ്കിന്നിന്റെ ഇടയിൽ മൂത്രം തങ്ങി നിന്നിട്ട് ഈ സ്മെഗ്മയായിട്ട് മിക്സ് ആയിട്ട് അത് ഇറിറ്റേഷൻ ഉണ്ടാക്കും, ചൊറിച്ചിലുണ്ടാക്കും, ഇൻഫെക്ഷൻ ഉണ്ടാക്കും. അങ്ങനെ ഭാവിയിൽ മെല്ലെ മെല്ലെ ചിലപ്പോൾ അത് ക്യാൻസർ ആവാനുള്ള സാധ്യതയുണ്ട്. ഈ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളോട് സർക്കംസിഷൻ ചെയ്യണമെന്നൊന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലത്. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ലിംഗം എപ്പോഴും വൃത്തിയായി അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഒരു ഡോക്ടർ പറഞ്ഞ ഷെയർ ചെയ്ത എക്സ്പീരിയൻസ് ആണ്. പലരും ഇത്തരം ഇസ്ലാം വിരോധികളുടെ, ശക്തമായ ഇസ്ലാം വിരോധികളുടെ പ്രഭാഷണം കേട്ടുകൊണ്ട് ഇസ്ലാമിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെയും അത് പ്രാകൃതമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ, ഈ പ്രപഞ്ചത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ അള്ളാഹു, ആ പടച്ചവനും അവൻ്റെ പ്രവാചകനും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് കാലത്തും വെൽ അപ്ഡേറ്റഡ് ആയ, മനുഷ്യകുലത്തിന് ഏറ്റവും അഭികാമ്യമായ, എല്ലാവിധ നേട്ടങ്ങൾക്കും ഉതകുന്ന കാര്യമായിരിക്കും അവൻ്റെ ജീവിതത്തിൽ അനുഷ്ഠിക്കാൻ വേണ്ടി അള്ളാഹും റസൂലും സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കംസിഷൻ പോലത്തെ, ചേലാകർമ്മം പോലത്തെ ആചാരങ്ങൾ അത് പ്രാകൃതമാണ്, മനുഷ്യന് യാതൊരു ഗുണവുമില്ലാത്തതാണ് എന്ന് പറയുന്നവർ, ഇത്തരത്തിൽ ഈ രംഗത്ത് പഠനം നടത്തുന്നവരുടെ, നമ്മുടെ മുസ്ലിം സുഹൃത്തുക്കളൊക്കെ അഭിമാനത്തോടുകൂടി തന്നെ പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഇത്തരം രീതിശാസ്ത്രങ്ങളും അനുഷ്ഠാനങ്ങളും കർമ്മങ്ങളൊക്കെ മനസ്സിലാക്കുക. യുക്തിവാദിയും അതുപോലെ അതിശക്തമായ ഇസ്ലാം വിരോധികളും പല ആരോപണങ്ങളും മണ്ടത്തരങ്ങളും പറഞ്ഞു വരും. അതിലൊന്നും വീണു പോകാതിരിക്കുക.